everyone, welcome back. ഇന്ന് നമുക്കൊരു കാർഡ്ബോർഡ് വെച്ചിട്ടുള്ള ഒരു സിമ്പിൾ ഹൗസ് ഉണ്ടാക്കിയാലോ. ലെറ്റ്സ് ഗോ. ആദ്യം തന്നെ നമുക്ക് ഇതുപോലെ സ്ക്വയർ ഷേപ്പിൽ ഉള്ള ഒരു പീസ് വേണം. അതുപോലെ 2 പീസ് വേണം. ഇനി നമ്മൾ ആ 2 പീസും ഇതുപോലെ ഒട്ടിച്ചെടുക്കണം. പിന്നെ സെയിം ഹൈറ്റ് ഉള്ള വേറൊരു പീസും എടുക്കണം. എന്നിട്ട് ആ പീസിന്റെ നടുക്കായിട്ട് നമ്മൾ റെക്ടാങ്കിൾ വരച്ചിട്ട് അത് കട്ട് ചെയ്ത് കൊടുക്കണം. വീടായാൽ നമുക്ക് ജനാലയൊക്കെ വേണ്ടേ, അതിനാ. പിന്നെ നമ്മൾ കട്ട് ചെയ്തപ്പോ അത് കണ്ടോ, അവിടെ ഇവിടെ ആയിട്ട് ചെറുതായിട്ടൊരു ഇതുപോലെ ഇല്ലേ, നമുക്ക് ഈ ഒരു കുഞ്ഞു പീസ് കൊണ്ട് അത് ഒട്ടിച്ചെടുക്കാം. ഇത് കണ്ടോ, ഇതുപോലെ നമ്മൾ ചെയ്തപ്പോ നമ്മൾ ആ ഒരു കട്ട് ചെയ്തതിന്റെ ഒരു ഇതുണ്ടല്ലോ അത് കാണിക്കുന്നില്ല. ഇതിപ്പോ നല്ല നോർമൽ ആയിട്ട് നമ്മൾ ചെയ്തത് കണക്കാണ് ഇരിക്കുന്നത്. ഇനി ഞാനിങ്ങനെ ആലോചിച്ചു, ഇതുപോലെ നമുക്ക് വിൻഡോ ഒക്കെ ക്ലോസ് ചെയ്യണ്ടേ, ഫുള്ളായിട്ടല്ല, പക്ഷെ എന്നാലും നമ്മൾ നോർമൽ രീതി ഇങ്ങനെ ക്ലോസ് ചെയ്യത്തില്ലേ, ഇതുപോലെയാണ് ഞാൻ ക്ലോസ് ചെയ്യാന്ന് വെച്ചത് ഗ്ലൂ വെച്ചിട്ട്. പിന്നെ ഞാൻ ഒരു കുഞ്ഞു പീസും കൂടെ കട്ട് ചെയ്ത്, വേറെ ഒന്നും അല്ല, ഇങ്ങനെ ഒരു ഷെഡ്, ഇങ്ങനെ നമ്മൾ ജനാലയിൽ പുറത്തൊക്കെ നോക്കുമ്പം നമുക്ക് റെയിനി ടൈമില് വെള്ളമൊന്നും വരാതിരിക്കാൻ അങ്ങനൊക്കെ ഒരു ഷെഡ് പോലെ. ഇതുപോലെ 2 പീസ് ഞാൻ ഒരേപോലെ തന്നെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ 2 പീസ് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയത് എടുക്കണം. അതിപ്പോ ഉണങ്ങിയൊക്കെ കാണും. ഇനി നമ്മൾ ഒട്ടിച്ചു കൊടുക്കാം ഗ്ലൂ വെച്ചിട്ട്. ഗ്ലൂവോ ഏത് ഗ്ലൂ ആണെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. എന്റെ കയ്യിൽ ഫെവിക്വിക്ക് ഉണ്ടായിരുന്നോളൂ, അതുകൊണ്ടാണ് ഞാൻ ഫെവിക്വിക്ക് വെച്ച് ചെയ്തത്. പിന്നെ കുറച്ചും കൂടെ ഒന്ന് ഉറച്ചൊക്കെ ഇരിക്കാനായിട്ടാണ് ഞാനാണെങ്കിൽ നമ്മൾ സെല്ലോ ടേപ്പും കൂടെ ഒട്ടിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സെല്ലോ ടേപ്പും കൂടെ വെച്ചിട്ട് കുറച്ചും കൂടെ ഉറപ്പാക്കാം. അതുപോലെ തന്നെ നമുക്ക് അപ്പുറത്ത് നമ്മൾ വേറെ വിൻഡോ കൂടെ ചെയ്തില്ലേ, അതും കൂടെ നമുക്ക് ഒട്ടിച്ചെടുക്കണം. ഇനി എന്താ, അപ്പുറത്ത് നമ്മൾ സെല്ലോ ടേപ്പ് ഒട്ടിച്ചതുപോലെ തന്നെ ഇവിടെ ഒട്ടിക്കണം. അപ്പൊ നമ്മൾ 2 ഭാഗം ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ മണ്ടയിലത്തോടെ കയറി ഇറങ്ങി കുറച്ച് ഭാഗമുണ്ട്, അത് നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഡോറും ഒക്കെ വേണ്ടേ. ആദ്യം ഡോറല്ല, ആദ്യം ഞാനാണെങ്കിൽ അതുപോലെ സെയിം ഹൈറ്റ് ഉള്ള ഒരു പീസ് ഞാൻ എടുക്കാം. അതിന്റെ അടുത്ത് തന്നെ ഡോർ കട്ട് ചെയ്യത്തില്ലേ, അത് കട്ട് ചെയ്യാം. ഇതുപോലെ ഡോർ ആക്കണം. ഇനി നമുക്ക് എന്താ, അതങ്ങ് ഒട്ടിച്ചു കൊടുത്താൽ മതി. പിന്നെ ടേപ്പൊക്കെ വെച്ചൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തങ്ങ് ഒട്ടിച്ചെടുത്താൽ മതി, അപ്പൊ ശരിയാക്കോളും. അപ്പൊ ഗൈസ്, ഇതാണ് നമ്മുടെ വീട്. പക്ഷെ ഒരു കാര്യമുണ്ട്, നമ്മുടെ വീട് കംപ്ലീറ്റഡ് ആയിട്ടില്ല. മണ്ടേല് നമുക്ക് മേൽക്കൂര വേണം ഗൈസ്. അതെങ്ങനെ ഉണ്ടാക്കും എന്ന് ആലോചിച്ചാണ്. എനിക്ക് ഓപ്പണും ക്ലോസ് അങ്ങനത്തെ ടൈപ്പ് വേണം. അതിപ്പോ എന്ത് ചെയ്യാനുള്ള എല്ലാ കാർഡ്ബോർഡ് പീസും ഞാൻ കട്ട് ചെയ്തു. പക്ഷെ വിഷമിക്കണ്ട, ഞാൻ 2 കാർഡ്ബോർഡ് പീസ് ഒരേ ഹൈറ്റിനുള്ളത് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് അത് 2 വെച്ച് നോക്കിയപ്പോ അത് കുഴപ്പമൊന്നും ഇല്ല. ഇനി നമുക്ക് ഞാൻ വെച്ച സൂപ്പർ ഗ്ലൂ അതൊന്നും ഇടണ്ട. ഞാൻ വിചാരിച്ച് കറക്റ്റ് നമുക്ക് സെല്ലോ ടേപ്പ് വെച്ചിട്ട് അതിന്റെ മണ്ടയിലത്തെ ഭാഗം ഉണ്ടല്ലോ അതങ്ങ് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. അപ്പം ഗൈസ്, ഇതാണ് നമ്മുടെ വീടിന്റെ ഫൈനൽ. എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിട്ടുള്ള ഒരു ലുക്ക് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ്. ശരി, പെയിന്റ് ഉണ്ട്, അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങളുണ്ട്. പക്ഷെ വീട് മൊത്തത്തിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഗൈസ്, നിങ്ങൾ ആലോചിക്ക്, ഞാൻ എന്താണ് വീട് പെയിന്റ് അടിക്കുന്നതിന്റെ ഒന്നും ഫോട്ടോ ഇടാത്ത റീസൺ. കാരണം എന്താന്ന് പറഞ്ഞാൽ, ഞാൻ ആ ടൈം അപ്പം വീടെടുക്കാൻ മറന്നുപോയി. എല്ലാം കഴിഞ്ഞ് അവസാനമാണ് ഞാൻ ആലോചിച്ചത്, ദൈവമേ ഞാൻ വീടെടുത്തില്ലെന്നുള്ള കാര്യം. പക്ഷെ നിങ്ങളുടെ ഭാഗ്യമാണെന്ന് അറിഞ്ഞുകൂടാ, ഞാൻ എന്തായാലും വിൻഡോന് കളറൊന്നും കൊടുത്തില്ല. അവിടെ വിൻഡോന് എനിക്ക് ലൈറ്റിഷ് ബ്ലൂ ഒന്നും കിട്ടിയില്ല ഗൈസ്. എനിക്ക് ആകെ ഈ കളറുള്ള ബ്ലൂവേ കിട്ടുള്ളൂ. ഞാൻ കുറേ നോക്കി, പക്ഷെ എന്റെ വീട്ടിൽ എനിക്ക് എവിടെയും കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഈ ബ്ലൂ ഒന്ന് ചെറുതായിട്ടൊന്ന് അടിച്ചു നോക്കിയപ്പം കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ വെച്ച് അടിക്കാം. പിന്നെ അപ്പുറത്തെ സൈഡിലുള്ള വിൻഡോ കൂടെ നമുക്ക് കളർ ചെയ്ത് കൊടുക്കണം. പിന്നെ നമ്മുടെ വീടെന്ന് പറഞ്ഞ കുഞ്ഞു വീടായിട്ട് നമുക്ക് ആകെ കുറച്ച് കാര്യങ്ങൾ പെയിന്റ് ചെയ്താൽ പോലെ. അതുകൊണ്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ പെയിന്റ് ചെയ്തോളൂ. ഇനി നമുക്ക് വീടിന്റെ മേൽക്കൂര ഉണ്ടല്ലോ, അതും നമുക്ക് കളർ ചെയ്തിട്ട് ബ്രൗൺ ആക്കണം. നമ്മൾ നമ്മുടെ മേൽക്കൂരയൊക്കെ കളർ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ആൾട്രേഷൻ ഒക്കെ വെച്ച് നമ്മുടെ വീടൊന്ന് കുറച്ചും കൂടി ബ്യൂട്ടിഫുൾ ആക്കിയല്ലോ. പിന്നെ ഞാൻ ഡോറൊക്കെ വെച്ച്. അപ്പൊ ഇതാണ് എന്റെ വീടിന്റെ ഫൈനൽ ലുക്ക് വന്നിരിക്കുന്നത്. പിന്നെ നമ്മുടെ വീടിന്റെ അകത്തൊക്കെ ഞാൻ കുറച്ചൊക്കെ ചെറിയ പണിയൊക്കെ ചെയ്തിട്ടുണ്ട് ഗൈസ്. പക്ഷെ ഞാൻ ഒട്ടും വിചാരിച്ചില്ല ഗൈസ് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് വരും. സോ ഹാപ്പി. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാവോ?